കുട്ടികൾ അവരുടെ നിഷ്കളങ്കതയുമായി നടത്തുന്ന സാഹസിക യാത്രകൾ വരുന്ന സിനിമകൾക്ക് ഒരു പ്രത്യേക വൈബ് തന്നെ ഉണ്ടെന്നറിയാം. ഇപ്പൊ നമ്മുടെ മനുവങ്കിള് മുതൽ സ്ട്രേഞ്ചർ തിങ്സ് വരെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് ഈ ഒരു പ്രമേയത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ടുകൂടിയാണ്. അത്തരത്തിലുള്ള ഒരു കിഡിലൻ ക്ലാസിക് അഡ്വഞ്ചർ സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. 12 വയസ്സ് മാത്രം പ്രായമുള്ള 4 കൂട്ടുകാർ ഇവർ നടത്തുന്ന ഒരു സാഹസിക യാത്രയുടെ കഥയാണ് ഈ സിനിമ. ഇവരൊരു കാര്യം അറിഞ്ഞു, അത് സത്യമാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ്. ആ യാത്ര എന്തായി എന്നുള്ളതാണ് പടം പറയുന്നത്. ചിത്രം 1986 ഇറങ്ങിയ ഇംഗ്ലീഷ് കമ്മിങ് ഓഫ് ഏജ് അഡ്വഞ്ചർ ഫിലിം സ്റ്റാൻഡ് ബൈ മീ. മനോഹരമായിട്ടുള്ള സൗഹൃദത്തിന്റെ കഥയാണ് ഈ പടം പറയുന്നത്. ചില സിറ്റുവേഷൻസ് ഒക്കെ വളരെ ത്രില്ലിംഗ് ആണ്, ടെൻഷൻ ബിൽഡിംഗ് ആണ്, അതുപോലെ തന്നെ വളരെ ടച്ചിങ് ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സും പടത്തിലുണ്ട്. സോ ഇത് അഡ്വഞ്ചറസ് ഫിലിമാണ്, അതേസമയം ഒരു ഫീൽ ഗുഡ് പടം കൂടിയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇതിലെ കഥാപാത്രങ്ങളോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം തന്നെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ട് കഥയിൽ ഇമോഷണലി ഇൻവെസ്റ്റ് ആവുകയും ചെയ്യും. ഗോഡി എന്ന കൂട്ടത്തിലെ മെയിൻ പയ്യനായിട്ട് വരുന്നത് വിൽ വീറ്റൺ ആണ്. ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് എനിക്ക് പേഴ്സണലി ആ ക്യാരക്ടറുമായിട്ട് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു മെയിൻ റോളിൽ ക്രിസ് എന്ന പയ്യനായിട്ട് വരുന്നത് നമ്മുടെ വോക്കിൻ ഫിനിക്സിന്റെ ചേട്ടനായിരുന്ന റിവർ ഫിനിക്സ് ആണ്. ഇവർ തമ്മിലുള്ള സൗഹൃദവും പ്രശ്നങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്നതും വളരെ മനോഹരമായിട്ടാണ് പടത്തിൽ കാണിച്ചിരിക്കുന്നത്. ടെക്നിക്കലി നല്ല കിടിലൻ ക്യാമറയാണ് പടത്തിൻ്റെത്. ഇതിൽ കാണിക്കുന്ന ലൊക്കേഷൻ ഒക്കെ ഭയങ്കര രസവുമാണ്. സോ മൊത്തത്തിൽ ഒരു മസ്റ്റ് വാച്ച് മാസ്റ്റർ പീസ് പടമാണ് സ്റ്റാൻഡ് ബൈ മീ. സോ ഞാനിത് റെക്കമെൻഡ് ചെയ്യുകയാണ്. പടം നിങ്ങൾക്ക് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ കാണാം. ഈ അടുത്തെങ്ങാണ്ടാണ് ഇത് നെറ്റ്ഫ്ലിക്സിലേക്ക് ഇവർ ആഡ് ചെയ്തിട്ടുള്ളത്. സോ എത്ര നാൾ ഉണ്ടായിരിക്കും എന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഇപ്പൊ തന്നെ കാണുക.